നമ്മുടെ ഡിജോ ജോസ് ആന്റണിയുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം. ഡിജോയുടെ ട്രെയിലേഴ്സ് ആർ വെരി ട്രിക്കി. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, ഒരുപാട് പേര് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ട്രെയിലറിൽ വരുന്ന പല സീക്വൻസുകളും പലതല്ല, ഒന്നും മൂവിയിലില്ല. 2018 ഇപ്പോൾ ക്വീൻ ചെയ്തപ്പോൾ അന്ന് പേർപ്പസ്ഫുള്ളി ചെയ്ത ഓക്കെ, അത് ദാറ്റ് വാസ് ഓൺ പേർപ്പസ്. പേർപ്പസ്ലി ഹൗ ഡിഡ് യു പ്ലാൻ? അതിനു വേണ്ടി വേറെ സീക്വൻസസ് എന്താ റീസൺ എന്ന് വെച്ചാൽ അന്ന് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അന്ന് സിനിമ നടക്കില്ല. അപ്പൊ എനിക്കൊരു സിനിമ ചെയ്യണല്ലോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തി. സിനിമ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ക്വീനിൽ നിങ്ങൾ സിനിമ ഉണ്ടായാലും ഒന്നും തുടങ്ങിയിട്ടില്ല, നായിക സെലക്ട് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് സിനിമ ചെയ്യണം. ഞാൻ നമ്മുടെ സ്വപ്നമല്ലേ. അപ്പം അത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലായി. ഇത് കാര്യം എല്ലാവരും പറയണത് പുതിയ പിള്ളേരെ വെച്ച് പടം ചെയ്താൽ വർക്കാവില്ല, ഉറപ്പല്ലേ. അപ്പം ഞാൻ പോലും ഭയക്കും. എന്നോട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം പുതിയ പിള്ളേരെ വെച്ച്, പുതിയ ഡയറക്ടർ. ഞാൻ പറഞ്ഞു ഇതൊക്കെ വർക്കാവും. എന്നാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ആ പ്രശ്നത്തിലാണ്. നമ്മളെല്ലാവരും ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഡിസിഷൻ എടുക്കണോ. ഞാൻ പറഞ്ഞു ചെറിയൊരു തുക, ഭയങ്കര ചെറിയൊരു മിനിമൽ എമൗണ്ട്, അതൊന്നും മുടക്കാൻ പറ്റുമോ എന്ന് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു. അവരൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞാൽ ശരി, വളരെ മിനിമൽ കേട്ടോ, 2 or 3 ചെറിയ എമൗണ്ട്, ലാക്സ്. ഞാൻ പറഞ്ഞു എനിക്ക് 2 ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യണം, ഒരു ഷോർട്ട് ഫിലിം പോലെ. അപ്പോൾ ഞാൻ DOP ആണെങ്കിൽ കുറച്ച് പരിപാടി ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് വെച്ചാൽ ഐ ഹാഡ് ടു ഗെയിൻ ദാറ്റ് കോൺഫിഡൻസ്. കാര്യം അവർക്ക് അങ്ങനെ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇതോടെ പരിപാടി തീരുമെന്ന്, അതായത് പടം നടക്കൂലെന്ന്. അപ്പം ഞാൻ എന്താ വെച്ചാൽ തലേദിവസം ആകെ ആണുങ്ങളെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നായികയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാനിയെ കിട്ടിയിട്ടില്ല. കാര്യം ഓഡിഷൻ ചെയ്തു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാനിയെ സെലക്ട് ആയിട്ടില്ല, സാനിയെ വന്നിട്ടില്ല, ഓഡിഷനേ വന്നിട്ടില്ല. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവരെ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു 2 ദിവസം തൃശ്ശൂർ സൈഡും കൊച്ചിയിലൊക്കെ വെച്ച് ചെറിയ ഷൂട്ട് പോവാണ്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ ചേട്ടാ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. എടാ എന്താന്നുള്ളത് ഞാൻ കുറച്ച് പരിപാടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലെറ്റ്സ് ട്രൈ. ചിലപ്പോൾ അത് നമ്മുടെ സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പാവും, ചിലപ്പോൾ നമ്മളെല്ലാവരും അതോടെ ബൈ ബൈ പറയും. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അവരോട് പറഞ്ഞതാണ്. അപ്പം ഞാനത് ചെയ്തു. എന്തോ അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ടാവില്ലേ, അതുപോലെ അത് ചെയ്തു. ഒരു 2 വീക്സിനുകൊണ്ട് ഞാൻ ഔട്ടിറക്കി. അപ്പോൾ അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഇതിലുണ്ടായിരുന്നത്. ഏതോ 2 എനിക്ക് തോന്നുന്നു ഒരു മാഷായിട്ടും മെക്കാനിക്കൽ പുള്ളി വീഴുന്നോ ഒക്കെ, അങ്ങനെയൊക്കെ വളരെ നമുക്ക് അന്ന് അവൈലബിൾ റിസോഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ 2 വീക്സ് കഴിഞ്ഞ് യൂട്യൂബ്, അന്ന് യൂട്യൂബിൽ അത്ര വലിയ, പക്ഷെ അന്ന് ഇട്ടപ്പോൾ ഭയങ്കര വൈറലായി. അത് ഭയങ്കര വൈറലായി. ക്യാമ്പസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ യൂത്തും എല്ലാവരും ഭയങ്കര കണക്റ്റഡായി. അപ്പോൾ പ്രൊഡ്യൂസറും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയി. ഓക്കെ ദിസ് ഇസ്. അപ്പം ഞാനും പറഞ്ഞു ഏതാണ്ട് ഇതേപോലത്തെ ഒരു സ്വഭാവമായിരിക്കും, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലോ, അപ്പോൾ അവരും ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി, പിള്ളേരും. അപ്പോൾ ഓക്കെ ഞങ്ങളുടെ ഫസ്റ്റ്. അതിന് ശേഷമാണ് അപ്പോൾ ശരിക്കും നായികയില്ല. എനിക്കൊരു ഒരു ആർട്ടിസ്റ്റിൻ്റെ, ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചിൻ്റെ കൈയാണ് ആ സാരി തുമ്പിട്ട് കറക്കുന്നതൊക്കെ. സോ അത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണ്. പക്ഷേ അതാണ് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് സിനിമ തുടങ്ങിയത് കോർട്ട് രംഗം വെച്ച് സലീം കുമാറിനെയൊക്കെ വെച്ചിട്ടാണ്. ക്വീനിലെ ആ കോർട്ട് സീനിൽ നിന്നാണ് ഞാൻ തുടങ്ങണത് ക്ലൈമാക്സ്. കമ്മിങ് ടു ജനഗണമന ഞാൻ പറഞ്ഞില്ലേ, ജനഗണമന എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഫസ്റ്റ് ഒരു ടീസർ പോയിരുന്നു, ഇവർ രണ്ടുപേരുടെ ഇൻട്രൊഡക്ഷൻ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സിനിമയിലുള്ളതാണ്. അത് പക്ഷെ നമ്മൾ സിനിമ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ പടത്തിലിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ട്രെയിലറായിട്ട് നമ്മൾ വിട്ട ബ്ലാസ്റ്റ്, അത് ആക്ച്വലി സെക്കൻഡ് പാർട്ടിൻ്റെ നമ്മളൊരു വലിയൊരു സീക്വൻസ് ആയിട്ടാണ് വെച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സീനോ സംതിങ്, അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു വിഷൻ. അതുകൊണ്ട് ഞാൻ പിന്നെ അതെന്തായാലും ഈ ഭാഗത്തിൽ വിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ 1ാം ഭാഗം വിജയിച്ചാലേ 2ാം ഭാഗത്തിൻ്റെ കാര്യം ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി ഇത് നമുക്ക് ട്രെയിലറായിട്ട് ലെറ്റ്സ് പ്ലാൻ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വിട്ടത്. കമ്മിങ് ടു മലയാളി ഫ്രം ഇന്ത്യ, അത് പ്രോമോ ആയിരുന്നു. അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനും നിവിനും തമ്മിൽ ഡിസ്കഷൻ, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഫൺ ഡിസ്കഷൻ. ടൈറ്റിൽ ലോഞ്ച് ഒരു പ്രോമോ ആയിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആക്ച്വലി 3ാമത്തെ അതിൽ മലയാളിക്കകത്തായാലും ടീസറോ ട്രെയിലറോ വന്നതൊക്കെ സിനിമയിലുള്ള രംഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ജെയ്സ് ഏട്ടൻ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചായിരുന്നു. ഏത് നമ്മുടെ ജെയ്സ് ജോസ്, അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.
ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് സത്യൻ അന്തിക്കാട് സാറിനെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഹൃദയപൂർവ്വത്തിലുണ്ടോ ഒരു വൈൽഡ് ഗസ് ഞാൻ ചോദിക്കുകയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു റോള് വേണമെന്ന്. അപ്പോൾ അനൂപ് പറഞ്ഞു, സത്യനാരായണ സാറിന് മോഹൻ പറഞ്ഞു, ആൻറ്റിച്ചേട്ടനും കൂടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആൻറ്റിച്ചേട്ടൻ പറഞ്ഞു ജയ്സേട്ടന് പറ്റിയ മറ്റേ ക്യാരക്ടർ ഇത് അവിടെ പോയി, ഈ ക്യാരക്ടർ ഇവിടെ പോയി. പക്ഷേ ജയ്സേട്ടൻ്റെ ഈ സൈസിനും പരിപാടിയും വെച്ചിട്ട് അപ്പോൾ ഞാനപ്പോൾ മറ്റേ ആൻറ്റിച്ചേട്ടൻ തന്നെ പറഞ്ഞു, ഒന്നും മാറ്റി കൊടുക്കണം അവർ ഈ ഇതല്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ അല്ലാത്തൊരു ക്യാരക്ടർ അതിനകത്ത് ലഭിക്കും എന്ന ഒരു അറിവിലാണ് വന്നിരിക്കണത്. ചേട്ടാ, സത്യൻ അന്തിക്കാടുമായിട്ട് ചേട്ടൻ ഒരു കഥയുണ്ടല്ലോ, ഞാനല്ല ചേട്ടനാ പറയണ്ടേ, അതൊന്ന് പറയാമോ? കെ രാജീവ് സാറിൻ്റെ അന്ന കരീന എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ക്യാരക്ടറാണ്, അതുപോലെ ഹീറോ ലീഡ് ക്യാരക്ടർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കാലത്ത് ഒരു കോൾ വരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു, അപ്പം എടുത്തു പറഞ്ഞു ഞാൻ സത്യൻ അന്തിക്കാടാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സത്യൻ അന്തിക്കാട് സാർ ആരോ പടി തരാതുള്ള വിചാരത്തിൽ. അപ്പം ഞാൻ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി അല്ല ഞാൻ സത്യൻ അന്തിക്കാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഡൗട്ട്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കെ രാജീവിൻ്റെ തന്നെ സീരിയലിൽ ഞാൻ കണ്ടു, നല്ല പെർഫോമൻസ്, നല്ല ആക്ടിങ്, അതിൽ പക്വതയുള്ള അഭിനയം എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ ശരി. അപ്പോൾ എനിക്കിത് ആക്കണതാണോ ഇത് സാർ തന്നെയാണോ, ആകെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇല്ലാത്ത രീതിയിൽ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നമ്മുടെ വാട്സപ്പിലേക്ക് സേവ് ചെയ്ത് വാട്സപ്പിൽ പോയി പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ സത്യൻ അന്തിക്കാട് സാർ തന്നെ. ദൈവമേ, ഞാൻ വേഗം സാറിനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ സാറ് വീണ്ടും ഫോൺ എടുത്തു. അപ്പോൾ സാറേ എനിക്ക് സാറിങ്ങനെ പെട്ടെന്ന് വിളിക്കുന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ, എന്നെ ആരോ കളിയാക്കാണെന്ന് വിചാരിച്ചിട്ട് സാറ് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചാൽ ഇത്തിരി കുഴപ്പമുണ്ടാകുമ്പോൾ പുള്ളി പറയും ഇല്ല ജോയ്സ് സന്തോഷം, അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് സിനിമയ്ക്ക് ചെയ്യുമ്പോൾ വിളിക്കുമോ? പുള്ളി പറഞ്ഞു ഉറപ്പായിട്ടും. എന്താ ജോയ്സ് ഉറപ്പായിട്ടും വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അത് കഴിഞ്ഞ് പുള്ളി മകൾ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നു എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു സാറ് എന്നെ വിളിക്കണോ, മെസ്സേജ് ചെയ്യണോ, ഓർമ്മ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു ദിവസം മനസ്സോടെ ഞാനിങ്ങനെ സാർ ജെയ്സാണ് സാർ പടം തുടങ്ങിയെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. അപ്പം തന്നെ റിപ്ലൈ വന്നു, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാൻ ഈ പടം തന്നെ, ഈ തമിഴ് പടം തന്നെ നടന്ന സമയം ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ഉള്ളിലായി ഇത്. അപ്പം ഫോൺ എനിക്ക് അവിടെ റേഞ്ചും ഇല്ല, നെറ്റും ഇല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സാറിൻ്റെ ഇതുകൾ കിടക്കണം, മിസ് കോൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഇത് വന്നു, മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സമാധാനമില്ല എനിക്ക്. ഞാൻ പിന്നെ രാത്രിയാണ് ഒരുപാട് ലേറ്റ് ആയി. നേരം വെളുത്ത് ഞാൻ മറ്റേ റേഞ്ച് കിട്ടുന്ന സ്ഥലം കഴിഞ്ഞേക്കാളും സാറിന് കുറേ ചെറുപ്രാന്ന് വിളിക്കുന്നുണ്ട്, കിട്ടണില്ല. അങ്ങനെ ആ ദിവസങ്ങളോടുകൂടി ഷൂട്ടും കഴിയാൻ്റെ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നു. അപ്പോഴും ഞാനൊന്ന് ശ്രമിച്ചു, സാറ് ഫോൺ എടുക്കണില്ല. ദൈവമേ, ക്യാരക്ടർ പോയോ, സാറ് അന്ന് ഓർത്ത് വിളിച്ചാൽ ടെൻഷൻ അടിച്ച് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് അനൂപിനെ ഞാൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ സാറിൻ്റെ മോൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളീനെ ഞാൻ പിന്നെ പടപടാതെ പുള്ളീനെ വിളിച്ചു. പുള്ളി ഫോൺ എടുക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറപ്പിച്ചു ഫോൺ കിട്ടും. അത് കഴിഞ്ഞിട്ടൊരു ഉച്ചയായപ്പോഴത്തേക്കും ഞാനിവിടെ എത്തി. ഉച്ചയ്ക്ക് എത്തി ഒരു 1 മണി 1:30 നേരത്ത് അനൂപിൻ്റെ കോൾ തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടാ ഇവിടെ മറ്റേ സിങ് സൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാം സൈലൻ്റ് ചേട്ടാ, അതുകൊണ്ടാണ് ഫോൺ അറിയാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചെന്നൈയിലായിരുന്നു, ഇങ്ങനെ ഷൂട്ടിലായിരുന്നു. വിളിച്ചപ്പോൾ സാർ വിളിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല, അനൂപിനെ വിളിച്ചിട്ടും കിട്ടിയില്ല. എന്തായിരുന്നു, എന്നാ ഞാൻ വരണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടാ അടുത്ത ആഴ്ചയുള്ളൂ. അപ്പോൾ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചതാ, അടുത്ത ആഴ്ചയാണ് ഇന്നതാണ് ക്യാരക്ടർ പറഞ്ഞു തരാൻ വേണ്ടി വിളിച്ചാണ്. അങ്ങനെ സാർ എന്നെ ഓർത്ത് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നും ഞാൻ വീണ്ടും പോയി സാറിനെ ഓർപ്പിച്ചിട്ടുണ്ട്, സാർ പഴയ എന്നാലും സത്യൻ അന്തിക്കാട് സീരിയലൊക്കെ കാണുമല്ലേ? അത് അപ്പോഴാണ് സാറ് പറഞ്ഞു കെ രാജീവ് സാറിൻ്റെ എല്ലാ സീരിയലും ജോഷി സാറ് കാണും. ജോഷി സാർ എന്നെ പറ്റി പറഞ്ഞു. ജോഷി സാർക്ക് എന്നോട് സംസാരിച്ചില്ല. രാജീവ് സാറിനെ വിളിച്ചിട്ട് ഇവൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് രാജീവ് സാറിനെ വിളിച്ചിട്ട് എനിക്ക് പുള്ളിയെ വിളിക്കാൻ ഭയം. അതുകൊണ്ട് പിന്നെ സാറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് ഫോൺ തന്നു. പക്ഷെ സത്യൻ അന്തിക്കാട് സാർ ഇങ്ങോട്ട് വിളിച്ചു.